ഇപ്പോൾ ആം ആദ്മി പാർട്ടി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്നത് കുറച്ച് സൗജന്യ വൈദ്യുതി, സൗജന്യ വെള്ളം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ. അതല്ലാതെ ഒരു ശക്തമായ ഒരു ഐഡിയോളജി പ്രസൻറ്റ് ചെയ്യാനുണ്ടോ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ? പിന്നെ ഏറ്റവും ഗംഭീരമായ ഐഡിയോളജി മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി. അത് വെറുതെ ഇരുന്നുകൊണ്ട് പറയുന്നതൊന്നുമല്ല. കാരണം ഈ ഐഡിയോളജി എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞില്ലേ, അതായത് ഗാന്ധി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയൊരു സാധനം അതേപോലെ പിടിച്ചുകൊണ്ട് നടക്കുന്നതൊന്നുമല്ല ഐഡിയോളജി. കാലാനുസൃതമായ ചേഞ്ചസ് വരുത്തുക എന്നുള്ളത്. എൻ്റെ നിലപാട് പോലും ഞാൻ പറഞ്ഞു. എൻ്റെ നിലപാട് ഇന്ന് ഈ വിഷയത്തിൽ ഇതാണെങ്കിൽ അതേ വിഷയത്തിൽ ഒരു 10 അഭിപ്രായം പറഞ്ഞ് 10ാമത്തെ എടുത്താൽ മതി. അതാണ് ഗാന്ധി പറഞ്ഞ സാധനം എന്ന് പറയുന്ന പോലെ. ഉദാഹരണം പറഞ്ഞാൽ സ്വരാജ് സങ്കല്പം ഗാന്ധി പറഞ്ഞ ആശയമാണ്. ആ സ്വരാജ് സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഐഡിയോളജിയാണ് അരവിന്ദ് കെജ്രിവാൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ബ്രസീൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി വർക്കേഴ്സ് പാർട്ടിയാണ്. ഇപ്പോഴും ഭരണത്തിലിരിക്കുന്നവരാണ്. 90-ൽ അവർ അധികാരത്തിൽ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ബ്രസീലിൽ പോർട്ടോ അലാഗ്രോ എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ഈ പാർട്ടി ഉദയം ചെയ്ത് എങ്ങനെയാണ്, പോർട്ടോ അലാഗ്രയിൽ കുടിവെള്ളമില്ല, അവിടെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് താമസിക്കാൻ യോഗ്യമായിട്ടുള്ള വാസസ്ഥലങ്ങളില്ല. അപ്പോൾ അവിടെ പോർട്ടോ അലാഗ്രയിലെ ജനങ്ങൾ കൂടി തീരുമാനിക്കുകയാണ്, നമുക്കൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കണം. അതായത് ഇത്ര പൈസ വേണം, ഇത്ര വരുമാനം, ഇത്ര ചെലവ്, ഈ നഗരം ഭംഗിയാക്കാനുള്ള ബഡ്ജറ്റ്. കുറേ ആൾക്കാർ ചേർന്നിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് എന്താണ്, എത്ര പൈസയാണ് ആവശ്യം, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഡിമാൻഡ് എന്താണ്. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ബഡ്ജറ്റ് തയ്യാറാക്കി. ആ ബഡ്ജറ്റ് അവിടെ ഇരുന്ന് അവതരിപ്പിച്ചു, അവിടുത്തെ രാഷ്ട്രീയത്തോട് പറഞ്ഞു. അങ്ങനെയാണ് പോർട്ടോ അലാഗ്രയിൽ ഈ വർക്കേഴ്സ് പാർട്ടി ഉദയം ചെയ്യുന്നത്. ആ വർക്കേഴ്സ് പാർട്ടിയാണ് പിന്നീട് ബ്രസീൽ ഭരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ബഡ്ജറ്റ് അവതരണം എൻ്റെ കൺമുമ്പിൽ, എനിക്കറിയാലോ, എൻ്റെ കൺമുമ്പിൽ ബഡ്ജറ്റ് അവതരണം എന്ന് പറഞ്ഞാൽ പണ്ട് കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സീൻ എന്ന് പറഞ്ഞാൽ, രാവിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കും പുള്ളി ഒരു പെട്ടിയായിട്ട്, പുള്ളിയുടെ വൈഫ് വീട്ടിൽ ഇഡലി, കെ എം മാണി രാവിലെ ഇഡലി കഴിക്കുന്നു, പെട്ടി കൂടെയാണ്, ഇഡലി കഴിക്കുന്നു, പുള്ളി കാറിൽ വരുന്നു, അവിടെ നിന്ന് ഇറങ്ങുന്നു, പോകുന്നു, എന്തൊക്കെയോ പറയുന്നു. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്കുള്ള ഫണ്ട് ഉണ്ടോ എന്ന് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ആ ബഡ്ജറ്റ് ഒരു 3 മാസം കഴിയുമ്പോൾ വിലയിരുത്തുന്നുണ്ടോ? ഒരു വർഷം കഴിയുമ്പോൾ പോലും അടുത്ത വർഷം ബഡ്ജറ്റ് പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ കാല ബഡ്ജറ്റിൽ ചെയ്ത കാര്യങ്ങളെപ്പറ്റി അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നുണ്ടോ? ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഒരു രസകരമായ സാധനം, പാമ്പിനെ പിടിക്കാൻ 3 കോടി രൂപ, എന്നാൽ 5 കോടി രൂപ വിലയെത്തി. പാമ്പ് കുട്ടികളെ 3-4 സ്ഥലത്ത് സ്കൂൾ കുട്ടികളെ പാമ്പ് പിടിച്ചല്ലോ. എന്താ പദ്ധതി? കീരി വളർത്തുക എന്നുള്ളതാണ്. അപ്പം ഇത് ഒരു സാധനമില്ല, ചുമ്മാ അങ്ങ് പറയുകയാണ്. പിന്നെ കോഴി കൃഷിക്ക് ഇത്ര രൂപ, മുട്ട കൃഷിക്ക് ഇത്ര രൂപ, പിന്നെ താറാവ് കൃഷിക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ഒരു സാധനത്തിൽ തന്നെയാണ്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന മൊമെൻറ്റിൽ പോലും സ്വിറ്റ്സർലൻഡിൽ 50,000 പേർ ഒപ്പിട്ട് ഒരു നിവേദനം പാർലമെൻറ്റിൽ നാളെ രാവിലെ കൊടുത്താൽ ആ 50,000 പേര് ഒപ്പിട്ട് കൊടുക്കുന്ന വിഷയം പാർലമെൻറ്റിൽ ഡിസ്കഷന് വരും. ഞാൻ തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിന് സമരത്തിന് പോയ ആളാണ്. 265 ദിവസം ആ സ്ത്രീകൾ അവിടെ സമരം ചെയ്തു. എത്ര നിവേദനം നമ്മുടെ പലരും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കൊക്കെ അയച്ചു, വിഷയം അഡ്രസ്സ് ചെയ്തില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ സ്വിറ്റ്സർലൻഡ് ജനാധിപത്യ രാജ്യമാണ്, പോർട്ടോ അലാഗ്രോ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്? ജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ കേൾക്കുക, അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ആം ആദ്മിയുടെ രാഷ്ട്രീയം. അത് ആം ആദ്മിയുടെ പ്രത്യയശാസ്ത്രം. റൈറ്റ് ടു റീകോളിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഗ്രാമസഭകൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞങ്ങളിപ്പോൾ തദ്ദേശ ഇലക്ഷനിൽ മത്സരിച്ചു. ഞങ്ങൾ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എന്തായിരുന്നു അറിയാമോ? ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഗ്രാമസഭകൾ പ്രോപ്പറായിട്ട് കൂടും. ഇപ്പോൾ ഇവിടെ ഗ്രാമസഭ കൂടുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കറിയാം, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ജയിക്കുന്നുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വേണം. ലൈഫ് മിഷൻ തന്നെ നമുക്ക് എടുക്കാം. ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് മേളിൽ നമ്മുടെ ഒരു നാട്ടിലൊരു CPM-ൻ്റെ സഖാവ് പുള്ളിയാണ് പഞ്ചായത്ത് മെമ്പറല്ല, പക്ഷേ പഞ്ചായത്ത് മെമ്പറിനെ എന്ത് ചെയ്യണം തീരുമാനിക്കുന്ന പുള്ളിയാണ്. പുള്ളി അവിടുത്തെ നേതാവാണ്. ഒരു ദിവസം രാവിലെ ഭയങ്കര ചീത്ത വിളി. ഞാൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്, പേര് ഞാൻ പറയുന്നില്ല. പുള്ളിയെ ഞാൻ സംഭവം തോന്നി ചോദിച്ചു. പുള്ളി നമ്മുടെ സുഹൃത്തും തമാശ പറയുന്നതാണ്. പുള്ളി പറഞ്ഞു, പുള്ളിക്കാർക്ക് നമ്മൾ വീടെന്താ കൊടുക്കാത്തത്, എവിടെ നിന്നാണ് കൊടുക്കുന്നത്? പക്ഷേ എന്താ കാര്യം? സംഭവം അന്വേഷിച്ചപ്പോൾ എന്താ അറിയുമോ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ കയറിയ അന്ന് മുതൽ ഇവരോട് ഇദ്ദേഹം പറയുന്നത് വീട് തരാം ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ വന്ന് ചോദിക്കും, പാവപ്പെട്ട സ്ത്രീയാണ്, ഇവർ വന്ന് ചോദിക്കും, സഖാവേ വീട്. ഉടനെ പുള്ളി ഒരു പേപ്പർ ഇങ്ങോട്ട് എടുത്തിട്ട് കുറേ പേരൊക്കെ എഴുതും. ഷീല, രാഘവൻ, രാജൻ, വിൽസൺ എന്നൊക്കെ പേര് എഴുതിയിട്ട് ഈ ചേച്ചിയുടെ പേരൊക്കെ എഴുതി വെക്കും. ചേച്ചി വീട്, അടുത്ത ലിസ്റ്റിൽ ചേച്ചിയുടെ പേര് 7ാമത്തതാണ്, ചേച്ചിക്ക് വീടുണ്ട്. ഈ ചേച്ചി അങ്ങ് പോകും. കുറച്ച് കഴിയുമ്പോൾ ചേച്ചി ഒരു വർഷം, ഒരു 6 മാസം വീണ്ടും വരും. സാറേ എൻ്റെ വീട്. വീണ്ടും പുള്ളി പേപ്പർ എടുത്തിട്ട് ലിസ്റ്റ് എഴുതി. ഈ ലിസ്റ്റ് എഴുതി അതായത് ആടിന്
ഇല കൊടുത്ത് കൊണ്ടുപോകുന്ന ഇവരെ കൊടുത്തുകൊണ്ട് അവസാനം ഇവർക്ക് മനസ്സിലായി ഇത് പൊട്ടത്തരാന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചു. അപ്പം ജനങ്ങളുടെ ഗ്രാമസഭകൾ കൂടിയിട്ട് പ്രോപ്പറായിട്ടൊരു പഞ്ചായത്ത് മെമ്പർ ജയിച്ചാൽ ചെയ്യേണ്ട പരിപാടി മുഴുവൻ ആൾക്കാർക്കും നോട്ടീസ് കൊടുക്കണം. ഇത്രാം തീയതി നമ്മുടെ ഗ്രാമസഭ കൂടുന്നു, നിങ്ങൾ അവിടേക്ക് വരണം. അവിടെ വന്നിരുന്നിട്ട് പ്രശ്നം സംസാരിക്കുകയും എന്നിട്ട് വീട് ആവശ്യമുള്ളവർ ആരൊക്കെയാണെന്ന് അവിടുന്ന് അപേക്ഷ എഴുതി വാങ്ങുകയും വേണം. ഇതങ്ങനല്ല. ഇത് നേരത്തെ തന്നെ അപേക്ഷ വാങ്ങിച്ച് വെച്ചിട്ട് വീട് കൊടുക്കേണ്ടത് ആർക്കാന്ന് തീരുമാനമായിട്ടുണ്ട്. ഗ്രാമസഭയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ സഖാക്കന്മാരാണെങ്കിൽ അവരുടെ ആളെ വിളിക്കും. കോൺഗ്രസ്സുകാർ പിന്നെ അത്രയും വൃത്തിയോട് കാണിക്കത്തില്ല, കുറച്ചുകൂടെ നിൽക്കും, എന്നിട്ട് ഈ സാധനം കൊടുക്കും. അപ്പം നമ്മൾ വെക്കുന്ന ഐഡിയോളജി ഗ്രാമസഭകൾ പ്രോപ്പറായി നടക്കുക, ഗ്രാമ സ്വരാജ് സങ്കല്പം, പോർത്തുഗാലാഗ്രയെ പോലെ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ബഡ്ജറ്റുകൾ തയ്യാറാക്കുക. സ്വിറ്റ്സർലൻഡിലെ പോലെ ജനാധിപത്യ രാജ്യത്ത് 50,000 പേര് ഒപ്പിട്ടൊരു വിഷയം കൊടുത്താൽ അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന ആ സ്വരാജ് സങ്കല്പത്തിൽ അധിഷ്ഠിതമായ വെൽഫെയർ പൊളിറ്റിക്സിനെ പറ്റിയുള്ള ആശയമാണ് ആം ആദ്മി ആശയം. അതാണ് ഡൽഹിയിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അതാണ് പഞ്ചാബിൽ ചെയ്യുന്നത്. ഇപ്പോൾ പഞ്ചാബിൽ നമുക്കറിയാമല്ലോ, പഞ്ചാബിൽ ഞങ്ങൾ ഭരണത്തിൽ ഇരുന്നു. ഇപ്പം നമ്മുടെ തദ്ദേശ ഇലക്ഷൻ നടന്നല്ലോ, 3-2 ഭൂരിപക്ഷം വാങ്ങിച്ച് വീണ്ടും പഞ്ചാബിൽ അധികാരത്തിലുണ്ട്. ഗുജറാത്തിൽ ഈ വിഷയങ്ങൾ ഗുജറാത്തിൽ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 5 MLA ജയിച്ചു. ഇന്ന് കെന്നിക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, നോക്കുന്നില്ലേ, അവിടെ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരല്ലേ ആം ആദ്മിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഒഴുകി വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആം ആദ്മി പാർട്ടി ചെയ്തിട്ടുണ്ട്. കാരണം ചുമ്മാ ഒരു സുപ്രഭാതി കുറച്ചും അങ്ങ് പറഞ്ഞതുപോലെ ഇദ്ദേഹം ന്യൂയോർക്ക് മേയർ പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് വൈദ്യുതി നിരക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഞെട്ടിയിട്ടുണ്ട്. എങ്ങനെ കൊടുക്കും? ഡൽഹിയിൽ വെള്ളമില്ല, ഡാമില്ല, മഴയില്ല, ഒന്നുമില്ല സ്ഥലത്ത് എങ്ങനെ കൊടുക്കും? പക്ഷെ അത് കൊടുത്തു. നിരക്ക് പിന്നെ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം കൊടുത്തു. അപ്പം ഞാൻ ഉത്തരവോടെ പറഞ്ഞു പോവാം. ഒരു പക്ഷേ ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്കറിയാം, ഈ സൗജന്യം കൊടുക്കുന്നത് ശരിയാണ്? അതൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. എന്തായാലും ചോദ്യം എനിക്കില്ല, പക്ഷെ പലർക്കും ഉള്ളൊരു ചോദ്യമാണ്. സൗജന്യം കൊടുക്കുന്നു, അതിനോട് ഉത്തരം പറഞ്ഞു ഞാൻ പോകാം. ഈ സൗജന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കിറ്റ് കൊടുത്തത് എങ്ങനെയാണ്? ഇവിടെ കിറ്റ് കൊടുത്തത് മറ്റേ വേൾഡ് ബാങ്കിൽ നിന്നും അവിടെ നിന്നും കാശ് കടം വാങ്ങിച്ചാണ് കിറ്റ് കൊടുത്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യ കിറ്റിൽ കൊടുത്ത ഒരു ഐറ്റം രണ്ടാമത്തെ കിറ്റിൽ വന്നില്ല, വെളിച്ചെണ്ണയായിരുന്നു. അന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞു വെളിച്ചെണ്ണ കൊടുത്തു കഴിഞ്ഞാൽ കവറിനകത്തിട്ടാണ് കൊടുക്കുന്നത്, അത് പൊട്ടിപ്പോവും, അതുകൊണ്ട് വെളിച്ചെണ്ണ കൊടുക്കാൻ വേണ്ടി. ആദ്യത്തെ കിറ്റിൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥ സംഭവം എന്തായിരുന്നു? സിവിൽ സപ്ലൈസ് വകുപ്പ് ഈ ഓയിൽ പാമിന് അല്ലെങ്കിൽ ഓയിൽ സംവിധാനത്തിന് കഴിഞ്ഞ തവണ കൊടുത്ത വെളിച്ചെണ്ണയുടെ കാശ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് വെളിച്ചെണ്ണ അവർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് വെളിച്ചെണ്ണ ഈ കിറ്റിലില്ല. അപ്പോൾ ഈ കിറ്റ് കൊടുത്ത മുഴുവൻ എങ്ങനെയാണ്? കടബാധ്യതയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം കടം വാങ്ങിച്ച് കിറ്റ് കൊടുക്കുന്നത് ശരിയല്ല. പക്ഷേ ഡൽഹിയിൽ അതല്ല സംഭവിച്ചത്. ഡൽഹിയിൽ മൗന്തിനി ചൗക്കാർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നൊരു ഫ്ലൈ ഓവർ, ഒറ്റ ഉദാഹരണം ഞാൻ പറയാം, ഒരു ഫ്ലൈ ഓവർ നിർമ്മിച്ചു 2000, അതായത് കേജ്രിവാളിൻ്റെ ഫസ്റ്റ് ടൈമിലാണ്. 499 കോടി രൂപയാണ് ആ ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ വേണ്ടി വകയിരുത്തി. ഞാൻ ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം, ഡോക്യുമെൻ്റ് ഉള്ളതാണ്. എനിക്കറിയാം. 13 ഫ്ലൈ ഓവർ നിർമ്മിച്ചു. ഫ്ലൈ ഓവർ നിർമ്മിച്ചപ്പോൾ 499 കോടി രൂപ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു ഫ്ലൈ ഓവർ 50 കോടി രൂപ കുറച്ച് ഫിനിഷ് ചെയ്തു. ഈ 50 കോടി രൂപ ഖജനാവിൽ തന്നെയുണ്ട്. ആ കാശിൽ വെൽഫെയർ സ്കീമുകളാണ് കൊടുക്കുന്നത്. ഇനി ഡൽഹിയിൽ എനിക്കറിയാം, എൻ്റെ കസിൻസൊക്കെ ഉണ്ട്, സൗജന്യ യാത്ര കൊടുത്തു സ്ത്രീകൾക്ക്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? സ്ത്രീകൾക്ക് സൗജന്യ കാശ് കൈ കൊടുക്കുമല്ല, സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ സ്ത്രീകൾ കൂടുതൽ പ്രൊഡക്റ്റീവായി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവർക്ക് യാത്ര, ഇപ്പം പല സ്ത്രീകളും രാവിലെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ചെറിയ ജോലിക്ക് പോകാത്ത സ്ത്രീകളുണ്ട്. അവർക്ക് യാത്ര ചെയ്യാനുള്ള സംവിധാനം കൊടുത്തപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. അവർക്ക് ജോലി തേടി പോകാനുള്ള സാധ്യത തുടങ്ങി. ഇപ്പം വൈദ്യുതി നിരക്ക് ഇല്ല, ഫ്രീ ആണ്. വൈദ്യുതി നിരക്കിൻ്റെ പൈസ കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്, നിരക്കില്ലാതെ വരുമ്പോൾ എന്താണ്? ആ പൈസ ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് സേവിങ്സ് ആണ്. ആ സേവിങ്സ് പൈസ ആ കുടുംബത്തെ സംബന്ധിച്ച് മറ്റ് കാര്യങ്ങളിലേക്ക് അവർ എക്കോണമിയിലേക്ക് ഇറക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, വെള്ളം ഫ്രീ കൊടുക്കുമ്പോൾ ഡൽഹിയിൽ വെള്ളം ഭയങ്കര ക്ഷാമമാണ്. ആ വെള്ളം ഫ്രീ കൊടുക്കുമ്പോൾ, വെള്ളം എല്ലാ മാസവും 2 ലിറ്റർ വെള്ളം കൊണ്ട് വീട്ടിൽ കൊടുക്കുകയല്ല ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ എമൗണ്ട് ഇല്ല. അങ്ങനെ കൊടുക്കുമ്പോൾ ആ എമൗണ്ട് ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ച് അവന് ആ പൈസ സേവിങ്സ് ആണ്. ആ കാശ് അവൻ്റെ മകൻ്റെ വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കും. അവൻ്റെ വീട്ടിലെ ആരോഗ്യ പ്രശ്നത്തിൽ അതുപോലെ തന്നെ മൊഹല്ല ക്ലിനിക്കുകൾ തുടങ്ങി. ഏതാണ്ട് 240ഓളം മരുന്നുകളും 18ഓളം സർജറികളും മൊഹല്ല ക്ലിനിക്കിൽ ഡയറക്റ്റ് കൊടുക്കാൻ തുടങ്ങിയ. സംഭവിച്ചത് എന്താണ്? വലിയ ആശുപത്രിയിൽ പോയി ഭീമമായ ചികിത്സാ ചെലവിൽ ചെലവാക്കേണ്ടി വന്നിരുന്ന തുക ഇവിടെ സേവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പൈസ അവൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തിന്, അതുപോലെ തന്നെ നല്ല ഗവൺമെൻറ് സ്കൂളുകൾ, പ്രൊഡക്റ്റീവായ സ്കൂളുകൾ ഉണ്ടാവാൻ തുടങ്ങി. നമുക്കറിയാം, പിന്നെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ വന്ന സമയത്ത്, ആരുടെയാണ്,
ട്രംപിൻ്റെ വൈഫ് ഫസ്റ്റ് ടൈമിൽ വന്ന സമയത്ത് അദ്ദേഹം ഗുജറാത്തിലോട്ടല്ല പിന്നെ കാണാൻ പോയത്, ഡൽഹിയിലെ സ്കൂളുകളാണ് വിസിറ്റ് ചെയ്തത്. ന്യൂയോർക്കിൽ നിന്നും കേംബ്രിഡ്ജിൽ നിന്നും സർവകലാശാലയിൽ നിന്നും ആളുകൾ വന്ന് ഡൽഹിയിലെ വിദ്യാഭ്യാസ വിപ്ലവത്തെ പറ്റി പഠിച്ചു. പിന്നെ നമുക്കറിയാം ഹാപ്പിനെസ് കരിക്കുലം എന്ന് പറഞ്ഞ കരിക്കുലം മനീഷ് സിസോദിയ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്കൂളുകൾ മനോഹരമാക്കി, സ്കൂളുകളിൽ സ്വിമ്മിങ് പഠിപ്പിച്ചു, സ്കൂളുകളിൽ അത്ലറ്റിക്സിൽ പിള്ളേരെ കൂടുതൽ പ്രൊഡക്റ്റീവാക്കി. അപ്പോൾ ഇതെല്ലാം ചെയ്ത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ്റെ കയ്യിലേക്ക് പണമോ കിറ്റോ കൊടുത്ത് വെൽഫെയർ കൊടുത്ത് ഒരു സ്കീം കൊടുത്ത് അവനെ മടിയനാക്കുകയല്ല, മറിച്ച് അവന് പണം ചെലവഴിക്കുന്ന, അവൻ കൂടുതലായി പണം ചെലവഴിക്കുന്ന മേഖലകളിൽ സേവിങ്സ് കൊടുത്തപ്പോൾ അവൻ്റെ കയ്യിലുള്ള വരുമാനം അവൻ പുറത്തേക്ക് ഇറക്കുകയും അത് സാമ്പത്തികമായിട്ടുള്ള മണി ഫ്ലോയെ സ്വാധീനിക്കുകയും അവന് കൂടുതൽ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വെൽഫെയർ പൊളിറ്റിക്സ് ആണ് സംസാരിച്ചത്. അല്ല ഫ്രീ കൊടുത്ത് മണ്ടനാണ്. ഇവിടെ ഫ്രീ കൊടുക്കുന്നത് എന്താണ്? ഇവിടെ ഫ്രീ കൊടുക്കുന്ന കിറ്റ് ഫ്രീ കൊടുക്കുന്നു, അത് ഫ്രീ കൊടുക്കുന്നു, തൊമരപ്പരിപ്പ് ഫ്രീ കൊടുക്കുന്നു, സിവിൽ സപ്ലൈസ് വഴി ഓണമാകുമ്പം ഒരു കുറേ കടലയും തൊമരയും ഫ്രീ കൊടുക്കുന്നു. അതല്ല ചെയ്തത്. ഇതാണ് ജനങ്ങൾക്ക് മനസ്സിലാവാത്തത്. നമ്മൾ ഫ്രീ ഒരു സാധനമല്ല കൊടുത്തത്, മറിച്ച് ഓപ്പർച്യൂണിറ്റിയാണ് കൊടുത്തത്. അത് ഈ ഫ്രീ എന്നുള്ള വാക്കിനെ തന്നെ വളരെ ഫ്രീ വീസ് എന്നുള്ള വാക്കല്ല. ആൾക്കാർ അതിനെ തെറ്റിദ്ധരിക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പൊതുവിദ്യാലയങ്ങളുണ്ടല്ലോ, അതുപോലെ സർക്കാരിൻ്റെ ആശുപത്രികളുണ്ടല്ലോ, ഇതൊന്നും ആർക്കും ഔദാര്യം കൊടുത്തായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. ഇല്ല. നമ്മളതിനെ ഫ്രീ എന്ന് അവന് ഇപ്പം സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് പഠിക്കാൻ പറ്റുന്നത് കൊണ്ട് അവൻ്റെ അച്ഛൻ പണിയെടുക്കില്ല എന്നൊരു ലോജിക്ക് ആരും പറയുന്നില്ല. അപ്പോൾ വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനെ അങ്ങനെ കണ്ടാൽ മതി. കാരണം അതൊരു അടിസ്ഥാന ആവശ്യമാണ്. അത് തരിക എന്നുള്ളത് ഈ സംവിധാനം മുഴുവൻ അടക്കി ഭരിക്കുന്ന സർക്കാരിന്റെ ഒരു ബേസിക് ഉത്തരവാദിത്തമായിട്ട്. വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം ഇത് കൊടുക്കണ്ടത്. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ നിയമമുള്ള രാജ്യമായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവന് ഫ്രീ കൊടുക്കുകയല്ല, അവനത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാണ്. നിന്നെ ഞാൻ സേവ് ചെയ്യാണ്. ഇല്ലേ പറഞ്ഞാൽ മതി, ഞാൻ കാട്ടി കയറിക്കോളാം. അതെ, അത് പറ്റിയല്ലോ. അത് പറ്റത്തില്ല. അതാണ് അതിന്റെ കാര്യം. ഈ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പം നമ്മുടെ മനസ്സിലോട്ട് വരുന്ന രണ്ട് ഇമേജസ് ആണല്ലോ, ആ തൊപ്പിയും ചൂലും. അതൊക്കെ ആക്ച്വലി ഈ തൊപ്പിയൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ഇറക്കുമതിയാണല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പോഴും കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, വ്യക്തിപരമായി ഞാനും അതിന് താല്പര്യപ്പെടുന്ന ഒരാളല്ല. അതിൻ്റെ കാരണം ഇവിടെ BSPയുടെ തൊപ്പി അറിയാലോ, BSP പാർട്ടി അറിയാലോ, അവർക്ക് തൊപ്പിയുണ്ട്. അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് അത് കണ്ടിട്ടുണ്ട്. BSPക്കാർ തൊപ്പിയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ പറയും ഇതെന്ത് പരിപാടിയാണ്. കോൺഗ്രസിന് സേവാദളിന് തൊപ്പിയുണ്ട്. അപ്പോൾ തൊപ്പി എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് അത് പാർട്ടിയുടെ ഒരു ഇൻറ്റേർണൽ ഫംഗ്ഷന് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ കേജ്രിവാൾ തുടക്ക സമയത്ത് തൊപ്പി, കാരണം കേജ്രിവാളിൻ്റെ പാർട്ടിയുടെ സിമ്പിളായിരുന്നു തൊപ്പി, അതായത് തൊപ്പി വെച്ച് വരിക. അത് പാർട്ടിയെ അടയാളപ്പെടുത്താനുള്ളൊരു സിമ്പിളായിരുന്നു അല്ലേ. ഞാൻ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞു ആം ആദ്മി പാർട്ടി എന്താ ജനത്തിന് മനസ്സിലായി. ഇനി ആ തൊപ്പി വെച്ച് പോവുക, തൊപ്പി വെച്ച് നിൽക്കുക. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ആം ആദ്മിയുടെ കോറിൽ വിശ്വസിക്കുന്ന ആളാണ്. അതിൽ 100% എനിക്കതിൽ ഫീലുള്ള ഒരാളാണ്. പക്ഷെ തൊപ്പി വെക്കുന്നതിനോട് ഞാൻ തൊപ്പി വെക്കാത്തതിന് ഞങ്ങളുടെ പാർട്ടി ഒരുപാട് ആൾക്കാർ എന്നെ വിമർശിക്കാറുണ്ട് കേട്ടോ. വ്യക്തിപരമായിട്ട് നമ്മളോട് സംസാരിക്കുക, തൊപ്പി വെക്കണം. ഞാൻ അവരെ സ്നേഹബുദ്ധിയാ പറഞ്ഞ് ഞാൻ തിരുത്താറുണ്ട്. ഞാനത് വെക്കാത്തതിൻ്റെ കാരണം ഞാൻ ചിന്തിച്ചിരുന്നത് ഈ തൊപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മലയാളി സാധനമല്ല. അതൊരു ഒന്നാമത് ആം ആദ്മി എന്നുള്ളൊരു വാക്ക്. ഇപ്പം ചിലർ ഈ നോർത്ത് ഇന്ത്യൻ കോൺഗ്രസ് എന്നൊരു വാക്ക് എവിടെ നിന്നാണ്, പിന്നെ ഭാരതീയ ജനതാ പാർട്ടി എന്നൊരു വാക്ക് എവിടുന്നത്, ഇതെല്ലാം കേരളത്തിൻ്റെ വാക്കെന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് ഒന്നും ഇവിടെ ഉണ്ടായതല്ലല്ലോ. അപ്പം ആം ആദ്മി എന്ന് പറയുന്നതും ഡൽഹി ആണെങ്കിൽ ആം ആദ്മി എന്ന വാക്കിന്റെ അർത്ഥം സാധാരണക്കാരൻ്റെ പാർട്ടി എന്നാണ്. അതുകൊണ്ട് അതൊരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയാണ് ആ പേരുകൊണ്ട് അർത്ഥമൊന്നുമില്ല. പാർട്ടി എന്നുള്ള വാക്ക് പോലും ഇംഗ്ലീഷ് ഇല്ല. അതെ, സംഭവം അത് കേരളത്തിൽ നിന്നൊരു പാർട്ടി, ഭാരതീയ ജനത പിന്നെ കഴിഞ്ഞ ഇംഗ്ലീഷാണ് പാർട്ടി. അത് നമ്മുടെ ഭാഷയല്ല. അപ്പോൾ ആം ആദ്മി എന്നുള്ള വാക്ക്, നിങ്ങൾ ആം ആദ്മിക്കാരൻ നോർത്ത് ഇന്ത്യൻ അല്ലല്ലോ. കോൺഗ്രസും നോർത്ത് ഇന്ത്യനാണ്, എല്ലാ നോർത്ത് ഇന്ത്യനാണ്. അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ളതൊന്നുമില്ല. പക്ഷേ ചൂലെന്ന് പറയുന്നത് അതിന് ബ്യൂട്ടിഫുൾ ആയ ഒരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ചൂലെന്ന് പറയുന്നത് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനം എന്നുള്ള രീതിയിൽ അതിന് ഭയങ്കരമായ ഒരു മാർക്കറ്റിംഗ് അല്ല. അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണത്തെ ഞാൻ മനോഹരമായിട്ട് കാണുന്നു. പക്ഷേ തൊപ്പി അദ്ദേഹം ഇപ്പോൾ കേജ്രിവാൾ ഫംഗ്ഷനുകൾ തൊപ്പി വെക്കാറില്ല, ഇപ്പോൾ വെക്കാറില്ലല്ലോ, പണ്ട് വെക്കുമായിരുന്നു. അപ്പോൾ അത് അവരും തീരുമാനിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഞാൻ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്, തൊപ്പി വെക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നാണ് സഹപ്രവർത്തകർ പലരും സ്നേഹത്തോടെ പറയാറുണ്ട്. പല ഫേസ്ബുക്കിലൊക്കെ എഴുതിയിടാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ അറിയാതെ പല വേദിയിൽ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയും, സാറേ തൊപ്പി വെക്കുന്നത് അത് ആൾക്കാർ നമ്മളിലേക്ക് അടുക്കാതിരിക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് അതിന് മാറുന്നുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ അങ്ങനെ തൊപ്പി വെക്കുന്നില്ല. തൊപ്പി വെക്കാത്തത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ ആ പരിമിതിയെയും ന്യൂനതയും അംഗീകരിക്കാൻ ഞാൻ തയ്യാറുമാണ്. ഈ സിംബൽസ് ആണല്ലോ ഇതൊക്കെ. ഈ സിംബലിസം ഒത്തിരി കൂടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം എനിക്ക് നമ്മുടെ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ പ്രഖ്യാപനം വരുമല്ലോ. നമ്മുടെ സ്റ്റേറ്റ് ആനിമലിനെ തീരുമാനിച്ചു, അപ്പോൾ ഏതാണ്ട് സ്റ്റേറ്റ് മൈക്രോബിനെ തീരുമാനിച്ചു, സ്റ്റേറ്റ്
സ്റ്റേറ്റ് ബാക്ടീരിയ. ഇതുകൂട്ട് പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കൊരു ടെൻഷൻ എന്നാണെന്നറിയോ, നാളെ ഇനി ഇതിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം നമുക്ക് ഇപ്പം തന്നെ നമുക്ക് പ്രശ്നമുണ്ടല്ലോ, നമ്മുടെ നാഷണൽ ആന്തം പാടുമ്പോൾ എണീറ്റ് നിൽക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇപ്പം ചുമ്മാ കണ്ണിക്കണ്ടിടത്തൊക്കെ അങ്ങ് പാടുക, കൈയൊക്കെ അറിയാതെ വെച്ച് പോയി കഴിഞ്ഞാൽ. ഇപ്പം മറ്റേ തിയേറ്ററിൽ പാടുന്നു, ഏതോ വന്ദേ ഭാരത് ട്രെയിനിനകത്ത് പാടുന്നു. ഈയിടയ്ക്ക് വീണ്ടും തെറ്റിച്ചു, കോൺഗ്രസിന്റെ ഇത് പദവികത്ത് ജനഗണമന നായക എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഇങ്ങനെ ഇപ്പം നാഷണൽ ആനിമൽ ഉണ്ട്, നാഷണൽ ബേർഡ് ഉണ്ട്, ഈ പുതിയ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുന്ന സാധനമൊക്കെ പിന്നെ പൗരന്റെ ബാധ്യതയാണ്. നമ്മൾ ഇതിനെയൊക്കെ ബഹുമാനിക്കണം, കാണുമ്പോൾ നമ്മൾ കുനിഞ്ഞിരിക്കണം. ഇനിയിപ്പോ ഈ മൈക്രോബിനെ നമ്മൾ ബാക്ടീരിയ കൊടുത്ത് ഒന്നും പറഞ്ഞ് നാളെ കേസ് പറയാൻ പറ്റില്ല. ഇന്ന് തമാശയായിട്ട് തോന്നും. ഇപ്പൊ ശശി തരൂർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നാഷണൽ ആന്തം പാടി പറഞ്ഞ് അതിപ്പോ കൈ ഇപ്പൊ അങ്ങനെ ഇരുന്ന എന്താ, ഇങ്ങനെ ഇരുന്ന എന്താ? അതെ, ബഹുമാനം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് തന്നെ ഡിഫൈൻ ചെയ്ത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ. ബഹുമാനം എന്ന് പറയുന്നത് സൗഹൃദമാണോ സ്നേഹമാണോ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. എന്ന് പറയുന്ന പോലെ സിംബൽസിനെ ബഹുമാനിച്ചിട്ട് എഗൻസ്റ്റ് നാഷണൽ ആകുക എന്ന് പറയുന്നത്. സിംബൽ ഇച്ചിരി സൈഡിലോട്ട് മാറ്റി വെക്കേണ്ട ഒരു, തീർച്ചയായിട്ടും നമ്മുടെ ജീവിത പ്രശ്നങ്ങളുള്ളപ്പോൾ എന്തിനാണ് സിംബൽ? പാർട്ടി, അതെ തീർച്ചയായിട്ടും. ഒരു ഹൈപ്പത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ആം ആദ്മി പാർട്ടി നാളെ മത്സരിച്ച് അധികാരത്തിൽ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രസന്റ് രാഷ്ട്രീയത്തിൽ ഒരു നമ്പർ 1 ആൻഡ് നമ്പർ 2 പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കുന്നത് എന്തൊക്കെയായിരിക്കും? അല്ല, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പേഴ്സണലായി ഇപ്പം പാർട്ടിപരമായ ചോദ്യങ്ങളാണെങ്കിൽ പാർട്ടി പ്ലാറ്റ്ഫോമിൽ ആലോചിച്ചിട്ട് എനിക്ക് ഉത്തരങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് വ്യക്തിപരമായിട്ടല്ലേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അതിൽ ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഞാൻ പൊളിറ്റിക്സിൽ ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. ഞാൻ മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ വിഷൻ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എന്നോട് ചോദിച്ചാൽ എന്ത് വിഷയത്തിലാണ് എൻ്റെ കണ്ണുകൾ നിറയുക, അല്ലെങ്കിൽ എന്ത് വിഷയത്തിലാണ് ഞാൻ കൂടുതൽ ഇമോഷണൽ ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന സാധനം ഒരു ലീഗൽ കോൺഷ്യസ് ആയ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് നിയമ ബാധ്യത അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന മൊമെൻറ്റിൽ പോലും നമ്മളെ സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. ദീപക് എന്ന് പറഞ്ഞ പയ്യൻ ആത്മഹത്യ ചെയ്തു. ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. കാരണം ഒരാളെ ഒരു ആത്മഹത്യയിലേക്ക് ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം തള്ളിവിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിതെറ്റുകൾ എന്തും ആവട്ടെ, അവിടെ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ആ പെൺകുട്ടി, നമ്മൾ അവളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്. പക്ഷേ ആ പെൺകുട്ടി എന്തുകൊണ്ട് ആ വീഡിയോ എടുത്തു എന്ന് ചോദിച്ചാൽ എനിക്കൊരു അഭിപ്രായമുള്ളത്, അവൾക്കറിയാം ഒരു പക്ഷേ ഇനി അവിടെ അയാൾ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും ഇത്തരം ബുദ്ധിമുട്ട് ട്രെയിനിലും ബസ്സിലും അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സഹോദരിയും ഭാര്യയൊക്കെ എൻ്റെ സഹോദരിയുടെ ബസ്സിൽ അത്രയും ബുദ്ധിമുട്ട് എന്ന് പറയുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളതിനെ പുണ്യപ്പെടുത്തുകയൊന്നും വേണ്ട. ഇനി ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാം. ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി എന്തുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കറിയാം ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏക പരിപാടി ഇത് മാത്രമേ ഉള്ളൂ, നാറ്റിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇവനൊരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ബോധവും ഒരു വ്യക്തിക്കുള്ളൊരു സ്റ്റേറ്റാണ് നമ്മൾ താമസിക്കുന്നത്. അതായത് നിയമം ഇവിടെ ആരെയും ഒന്നും ചെയ്യത്തില്ല. ഇപ്പം ആ ഒരു വിഷയത്തിൽ എനിക്കൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഇപ്പം ആ പെൺകുട്ടി വീഡിയോ എടുക്കാതെ പുള്ളിക്കാരിയെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ ഈ കേസിൻ്റെ ഗതി തന്നെ മാറിപ്പോയേനെ. ഇപ്പോൾ ഒരു വീഡിയോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിലെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചത് ആ വീഡിയോ എടുത്ത് ആ വീഡിയോയിൽ അങ്ങനെ ഒരു ഭയങ്കര ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു സംശയം പറയാനേ സാധിക്കത്തുള്ളൂ മാക്സിമം. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു നിയമപരിജ്ഞാനത്തിൻ്റെ കുറവായിരുന്നോ, അതോ ആ വീഡിയോ എടുത്ത് നേരത്തെ പറഞ്ഞ് നാറ്റിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് ചെയ്തതാണോ? ഈ ഒരു വിഷയത്തിലെങ്കിലും നമ്മുടെ നാട്ടിൽ നിയമം ഇച്ചിരി ഓവറായിട്ട് വർക്ക് ചെയ്യുന്നൊരു മേഖലയല്ലേ. അപ്പോൾ അവിടെ നിയമം പ്രവർത്തിക്കുന്നില്ല, ഒരു ശിക്ഷ കിട്ടില്ല എന്ന് പറയുന്നത്, അങ്ങനെ ഒരു കേസിൽ പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ശിക്ഷയാണല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞു. അതിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവും ഞാൻ അതിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് രണ്ടും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു. ഒന്ന് മാധ്യമങ്ങൾ ഇവിടെ ഒരാളെ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടില്ല, ഒരു കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പം നമുക്ക് ഇടയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട MLA മാധ്യമങ്ങൾ ഇങ്ങനെ കൊണ്ടുവെക്കുന്നു, ബഹളം, ക്രൗഡ് ഇങ്ങനെ വരുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. കാരണം എന്താ പറയുമോ, ആദ്യത്തെ എൻ്റെ ടേക്ക് അതിനകത്ത് ഇയാൾക്ക് ഇനി ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല, ഇയാൾക്ക് പണം സ്വാധീനമുണ്ട്, ഇയാൾക്ക് ഊരി വരും എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഇവനെ നാറ്റിക്കുക, ഇത്രയേ ഉള്ളൂ ഇവൻ്റെ ശിക്ഷ. രണ്ടെന്ന് പറയുന്നത് അങ്ങ് ചോദിച്ചത് കള്ളക്കേസുകൾ കൊടുക്കുക, അതും വൃത്തികേടാണല്ലോ. രണ്ടും വൃത്തികേടാണല്ലോ. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് സംസാരിച്ച വിഷയം തന്നെ പറയാം. നമ്മൾ ബൈജു തിട്ടാലിറ്റി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞൊരു സാധനം, BBC-യുടെ ഒരു സ്റ്റാഫിന് എതിരെ ലണ്ടനിൽ ഒരു ലൈംഗിക അധിക്ഷേപ കേസ് വന്നു, BBC. അദ്ദേഹം തന്നെ പറഞ്ഞാണ്,
ഒരു ചെറിയ സ്ട്രോളിംഗ് ന്യൂസാണ് വരുന്നത്, അലിഗേഷൻ അഗൈൻസ്റ്റ് BBC. സോ ഞങ്ങൾ നോ ചർച്ച, നോ ഡിബേറ്റ്. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത ന്യൂസ് വന്നു, ഈസ് കൺവിക്റ്റഡ്, നോ ഇഷ്യൂ. എന്താ കാര്യം എന്ന് പറയും, അവിടെ ആൾക്കാർക്ക് ലീഗൽ കോൺഷ്യസ് ഉണ്ട്. അതായത് ഒരു കേസ് ഉണ്ടായാൽ ആ കേസ് സത്യമായിരിക്കും, സത്യമാണെങ്കിൽ അതിന് കോടതി ഉടനടി തന്നെ ശിക്ഷ കൊടുക്കും, അതതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളും, നമ്മളതിൽ പോയി തോണ്ടണ്ട എന്നൊരു സെൻസ്. ഇവിടെ ആ സെൻസ് ഇല്ല, 2 സെൻസും ഇല്ല. ഒന്ന്, ഇതിന് ശിക്ഷ കിട്ടത്തില്ല എന്നൊരു സെൻസ് അപ്പുറത്തുണ്ട്. 2, ഞാൻ എന്ത് കേസ് വരാതെ ഒരുത്തിനെ പിടിച്ച് അകത്തിടുമെന്നുള്ള സാധനമുണ്ട്. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത് ലീഗൽ കോൺഷ്യസ് വളരെ പ്രധാനമാണ്, നിയമപരമായ സാക്ഷരത. ഞാൻ അതിന് ഹൈക്കോടതി കേസ് കൊടുത്ത ആളാണ്. അതായത് നിയമം കരിക്കുലത്തിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി കൊണ്ട് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്ത ആളാണ്. നേരത്തെ പറഞ്ഞ പോലെ അതും എനിക്ക് ഫൈൻ, എന്നെ ഇറങ്ങുന്ന അടിച്ചില്ലെന്നേ ഉള്ളൂ. പുള്ളി പറഞ്ഞ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് എക്സിക്യൂട്ടീവ് എടുക്കേണ്ട കാര്യം ഇയാൾ ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ വന്നിരിക്കുന്നത് ഇയാൾക്ക് മറ്റൊന്നും ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ, ഒരു ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത്, ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയൊക്കെ ഉണ്ടായ സമയത്ത്, കടന്നുപിടി സമയത്ത് ബെച്ചു കുര്യൻ തോമസ് എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജി ഒരു വിധി പറഞ്ഞു. അത് വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞത് അറിയൂ, അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞ സാധനം നിയമവിദ്യാഭ്യാസം സ്കൂൾ പാഠ്യപദ്ധതിയിൽ വേണമെന്ന് ഹൈക്കോടതി ജഡ്ജി പിന്നീട് പറഞ്ഞു. വിനോദ് മാത്യു വിൽസൺ അത് പറഞ്ഞപ്പോൾ എടുത്തു കളഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിയമസാക്ഷരത ഇനി അതിനകത്ത് അല്പം എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാനും കെന്നി കൂത്താട്ടുകുളത്തുനിന്ന് വന്നു, ഞാൻ കൊല്ലത്തുനിന്ന് വന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് തിരിച്ചു പോകുന്നില്ല, നൈറ്റാണ്, പ്രായമുള്ള മനുഷ്യരാണ്. ഞാൻ അവിടുന്ന് ഞാൻ വരുമ്പോൾ ഇന്ന് രാത്രിയിൽ അവരുടെ സേഫ്റ്റി എൻ്റെ അയൽക്കാരുടെ കയ്യിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ സർക്കാരിൻ്റെ കയ്യിലല്ല ഏൽപ്പിച്ചിരിക്കുന്നത്, സിസ്റ്റത്തിലല്ല. സിസ്റ്റം അവിടേക്ക് എത്തത്തില്ല. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ കേരള സർക്കാരിനോടൊരു ചോദ്യം ചോദിച്ചു. റെസ്പോൺസ് ടൈം, അതായത് പോലീസിൻ്റെ പ്രതികരണ സമയം, ഒരു ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികരണ സമയം എത്രയാണ്? ഇപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കുന്ന സ്ഥലം, ഇവിടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ, ഇടപ്പള്ളി, ഏത് പോലീസ് സ്റ്റേഷനാണ്, കളമശ്ശേരി, ഏത് പോലീസ് സ്റ്റേഷൻ എനിക്കറിയത്തില്ല. 2.5 മിനിറ്റാണ് നമ്മുടെ നാട്ടിൽ ഒരു ഒഫൻസ്. ഒരാൾ പോലീസ് സ്റ്റേഷൻ, സാർ എൻ്റെ വീട്ടിൻ്റെ ഗേറ്റ് തള്ളിപ്പറന്ന് ഒരാൾ കൊല്ലാൻ വരുന്നു സാർ, ഓടി വരണം, രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു കോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ കേരളത്തിലെ സിസ്റ്റം അനുസരിച്ച് 2.5 മിനിറ്റ് കൊണ്ട് മാത്രമേ ഒരു പോലീസ് വണ്ടി നമ്മുടെ വീടിന് മുമ്പിൽ എത്തത്തുള്ളൂ. 2.5 മിനിറ്റ് കൊണ്ട് എത്തൂ. അതാണ് ടൈം കൊടുത്തിരിക്കുന്നത്. അതിന് രസമാണ്, അതിന് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ 2.5 മിനിറ്റ് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവൻ ചവിട്ടി പൊളിച്ച് നമ്മളെ വെട്ടിക്കൊന്നിട്ട് പോകും. പോലീസ് വരുന്ന മകസ് തയ്യാറാക്കാനാണ് പിന്നെ വരുന്നത്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ അത് 18 സെക്കൻഡ് 17 സെക്കൻഡാണ്. അവൻ ഗേറ്റിൽ നിന്ന് ചവിട്ടി തുറക്കുകയും അവൻ നമ്മുടെ മുമ്പിൽ എത്തുന്ന സമയം കൊണ്ട് പോലീസ് എത്തും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. സോ ഇതിനാവശ്യമായത് ലീഗൽ തിയറി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1000 പേർക്ക് ഒരു പോലീസുകാരനായിരുന്നു ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഇന്നത് 700 പേർക്കായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കോടതികളിൽ കേസ് കെട്ടിക്കിടക്കുന്നു, കോടതികളിൽ ഒരുപാട് കേസുകൾ എണ്ണമുണ്ട്. എന്താ കാര്യം എന്നറിയോ? ജുഡീഷ്യറിയുടെ പ്രശ്നമൊന്നുമല്ല. ഒരു കോടതിയിൽ രാവിലെ വിളിക്കുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ 300-400 കേസ് ഒരു ദിവസം വിളിക്കുന്നത്. ഒരു ജഡ്ജി അതിന് മനുഷ്യനല്ലേ? കോടതികളുടെ എണ്ണമില്ല, ജഡ്ജസിൻ്റെ എണ്ണമില്ല, പോലീസിൻ്റെ എണ്ണമില്ല. ഇനി പോലീസ് ഉണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 32 പോലീസുകാരാണ്. ഇവിടുത്തെ കസബ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ കളമശ്ശേരി 32 പോലീസുകാരാണ്. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും, 8 പോലീസുകാരെ കാണും, 6 പോലീസുകാർ ലീവിലായിരിക്കും, 6 പോലീസുകാർ മുഖ്യമന്ത്രിക്ക് എക്സ്പോർട്ട് പോയിട്ടുണ്ടാവും, 6 പോലീസുകാർ ട്രാഫിക്കിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ലോ ആൻഡ് ഓർഡറിൽ പോലീസ് സംവിധാനം ശക്തിപ്പെടുത്തണം. അതായത് നമ്മളൊരു ഒഫൻസ് ഉണ്ടായാൽ ആ സ്പോട്ടിൽ ആ വിഷയത്തിൽ ഉടനടി പോലീസ് സ്റ്റേഷനിലെത്തുക, പോലീസിൻ്റെ മര്യാദ, ഉടനടി കുറ്റപത്രം സമർപ്പിക്കുക, സ്പീഡി ഡിസ്പോസൽ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, നമ്മൾ ഒരു കേസുണ്ടായി കുറ്റകൃത്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പറയും കുറ്റകൃത്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം വളരെ വേഗത്തിൽ വിചാരണ നടത്തിയാൽ നമ്മുടെ മെമ്മറി ഫ്രഷ് ആയിരിക്കും, നമുക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റും. ഈ പ്രതിഭാഗം വക്കീലന്മാർ, ഞാൻ ക്രിമിനൽ ട്രയൽ ചെയ്യുന്ന ആളാണ്, നമ്മളെപ്പോഴും ഒരു കേസ് ഒരു 4 കൊല്ലം കഴിഞ്ഞ് വിചാരണ നടത്താൻ ആഗ്രഹിക്കും. കാര്യം അറിയോ? സാക്ഷികൾ ഇത് മറന്നു തുടങ്ങും. പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ പ്രതികൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല, നമ്മുടെ ജോലിയാണ് ചെയ്യുന്നത്. വളരെ വേഗത്തിൽ വിചാരണ നടത്തിക്കോളൂ. ഇപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ VIPസിന് മാത്രമേ ആ പ്രയോറിറ്റി ഉള്ളൂ. നിങ്ങൾ VIP ആയിട്ടൊരാൾ നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ കോടതി, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ വിചാരണ, സാധാരണക്കാരനതില്ല. അപ്പോൾ ഇത് മാറണം. ഒപ്പം തന്നെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങ് ചോദിച്ചൊരു ചോദ്യം, കേരളത്തിൽ, ഇന്ത്യയിൽ കള്ളസാക്ഷി പറഞ്ഞാൽ എന്ത് ശിക്ഷയാണുള്ളത്? ഒരു ശിക്ഷയില്ല. നിങ്ങളൊരു കള്ളക്കേസെടുത്ത ശിക്ഷയില്ല. നമുക്കൊരു സ്പെഷ്യൽ നിയമമില്ല. അതായത് ബ്രിട്ടനിൽ നിങ്ങൾ ഇപ്പം കെന്നി കോടതി പോയിട്ടുണ്ടാവല്ലോ, കോടതിയിൽ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൂട്ടിലോട്ട് കയറ്റി നിർത്തിയിട്ട് കോടതി പറയും, കോടതി മുമ്പാകെ ദൈവസാക്ഷിയായി സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ഡയലോഗ് കള്ള പറയുന്നത്, ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല, ഹോസ്റ്റലാവുക, ഞാൻ അറിയത്തില്ല. അപ്പോൾ കോടതി അത് എഴുതിയിട്ട് വിടുകയാണ്. എന്നാൽ
ഇവൻ്റെ ആ മൊഴി എടുത്തിട്ട് ഇവനെ ശിക്ഷിക്കാനുള്ള നിയമം, സ്പെഷ്യൽ നിയമം നമ്മുടെ നാട്ടിൽ പെർജുറി എന്ന് പറയുന്ന സാധനമാണ് പറയുന്നത്. പെർജുറിക്ക് IPC ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കോടതികൾ അതിന് പുറത്ത് ആക്ഷൻ എടുക്കാറില്ല. പാർലമെൻറ്റ് പാസ്സാക്കണം. കള്ള കേസ് കൊടുത്താൽ, കള്ളസാക്ഷി പറഞ്ഞാൽ, ഇപ്പം കൊലപാതക കേസിൽ ജീവപര്യന്തം തടവാണല്ലോ ഏറ്റവും മിനിമം ശിക്ഷ, വധശിക്ഷയാണല്ലോ. നോക്കൂ, അങ്ങനൊരു കേസിൽ കള്ളത്തിൽ ഒരാൾ സൃഷ്ടിച്ചാൽ യഥാർത്ഥത്തിൽ ഒരാൾക്ക് കൊലപാതക കേസിൽ കൊടുക്കുന്ന അതേ ശിക്ഷ ഈ കള്ളസാക്ഷി പറയുന്നതിന് കൊടുക്കാൻ ഒരു നിയമം ഉണ്ടാവണം. നിങ്ങൾ ഒരാൾക്കെതിരെ ഒരു സെക്ഷൽ അബ്യൂസിന് കേസെടുത്ത്, പോക്സോ കേസുകൾ ഒരുപാട് അബ്യൂസ് ചെയ്യപ്പെടുന്നു നാട്ടിൽ. ഒരുപാട് പോക്സോ കേസുകൾ ഇപ്പോൾ കള്ള കേസുകളാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ എറണാകുളം ട്രയൽ ചെയ്തൊരു കേസുണ്ട്. അതൊരു വെപ്പണായി മാറി ആക്ച്വലി. ഈ ഇടയ്ക്ക് സ്പെഷ്യൽ കോടതി, പോക്സോ കോടതി ഞാനൊരു പ്രതിക്ക് വേണ്ടി ട്രയൽ നടത്തി. കഴിഞ്ഞ ആഴ്ച അത് വിട്ടു. ഞാൻ എറണാകുളത്ത് ട്രയൽ നടത്തിയത് പ്യൂർലി കള്ള കേസ്. അപ്പനാണ് പ്രതി, മകളാണ് വിക്ടിം. ആ കേസ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻ്റ് ഇത് ആ കേസ് കള്ള കേസാണ്. ഒരു ഫിനാൻഷ്യൽ പ്രശ്നത്തിന് പുറത്ത് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ മകളാണ് വിക്ടിം. അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു. ഈ പെൺകുട്ടി വളർന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ മാതാപിതാക്കളുടെ കൂടെയാണ്. അവിടെ നിന്നുണ്ടായ ഒരു ഗ്രഡ്ജും കാര്യമാണ് പോക്സോയിലേക്ക് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ കുട്ടി അയാൾ 68 ദിവസം അകത്ത് കിടന്നു. വിചാരണ കാലഘട്ടം മുഴുവൻ കോടതി വന്നു. വക്കീലന്മാർക്ക് ഞങ്ങൾക്ക് ഫീസ് വന്നു. കഴിഞ്ഞ 5 വർഷം അനുഭവിച്ച ട്രോമ പത്രത്തിൽ വന്ന വാർത്ത, ഈ വെറുതെ വിട്ട വാർത്ത ഏതെങ്കിലും പത്രക്കാർ കൊടുക്കുമോ? പക്ഷേ മകളെ സെക്ഷലി അബ്യൂസ് ചെയ്ത പിതാവ് അറസ്റ്റിൽ പറഞ്ഞ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആ വാർത്ത കറങ്ങുന്നുണ്ട്. ഇയാൾ അനുഭവിക്കുന്ന ട്രോമ. ആ പെൺകുട്ടി 17-ാം വയസ്സിൽ 16-മുക്കാൽ വയസ്സുള്ളപ്പോഴാണ് കേസ് കൊടുത്തത് അപ്പനെതിരെ. ഈ കറക്റ്റ് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ അവൾ കാമുകൻ്റെ കൂടെ കല്യാണം കഴിച്ചു പോയി. അവൾക്ക് 24 വയസ്സുണ്ട്. അവൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അവൾ കള്ള മൊഴി കൊടുത്താണ് ഈ കേസെടുത്തതെന്ന് പറയുന്ന കോടതി അവളെ വിളിച്ചു വരുത്തി ഇയാൾക്ക് കൊടുത്ത മിനിമം 68 ദിവസം ഇയാൾ അകത്ത് കിടന്ന പോലെ അകത്തിടണ്ടേ? വേണ്ടേ? അങ്ങനൊരു നിയമമുണ്ടോ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീൽ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, നിയമപരമായി എല്ലാവർക്കും നിയമത്തിൻ്റെ മുമ്പിൽ സമന്മാരാണെന്നും ഇവിടെ ശിക്ഷ കിട്ടുമെന്നും, അത് പ്രോപ്പർ കേസാണെങ്കിൽ ശിക്ഷ കിട്ടുമെന്നും കള്ളക്കേസാണെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടുമെന്നും ചിന്തിക്കുന്ന ഒരു സാധനമുണ്ട്, തിയറിയുണ്ട്. അതിന് ഏറ്റവും പ്രധാനം ജുഡീഷ്യറിയുടെ ഫെയർ ആക്കുക എന്നുള്ളതാണ്. അവർക്ക് ഫണ്ട് കൊടുക്കും. ഞാൻ ജഡ്ജസുമായിട്ടൊക്കെ വളരെ സൗഹൃദത്തിലുള്ളതാണ്. എനിക്കറിയാം അവരുടെ സ്ട്രെസ്സും അവരുടെ ടെൻഷനും അതിഭീകരമാണ്. ഹൈക്കോടതി ഇരിക്കുന്ന ജഡ്ജസ് എന്ന് പറയുന്നത് കീഴ്ക്കോടതി ജഡ്ജസിന് ടാർഗറ്റ് കൊടുക്കും, ഒരു മാസം ഇത്ര കേസ് തീർത്തോണം. പക്ഷേ ഒരു ദിവസം ഒരു ഫാമിലി കോടതി വിളിക്കുന്ന കേസ് 300 കേസാണ് വിളിക്കുന്നത്. രാവിലെ 11 മണി മുതൽ 5 മണി വരെ. ഈ 300 കേസിൽ 2 കേസിനകത്ത് മൈൻഡ് അപ്ലൈ ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. ഇത് കൂടി വരികയാണ്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ ഫാമിലി ലോസിനെ പറ്റി ബോധവൽക്കരണം കൊടുക്കുന്നു, സ്ത്രീകളുടെ റൈറ്റിനെ പറ്റി പറഞ്ഞ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ അവർ പ്രശ്നങ്ങളുടെ പുറത്ത് ഉടനടി ഫാമിലി കോടതിയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് നീതിയില്ല. കാരണം ഇഷ്ടംപോലെ കേസുകൾ എണ്ണം കൂടുന്നു, ജഡ്ജസിന് എണ്ണം കൂട്ടുന്നില്ല, സംവിധാനം വർദ്ധിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നില്ല. അതൊന്ന്. 2, പോലീസിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസിനെ റിക്രൂട്ട്മെൻറ്റ് നടത്തണം. എടുത്തു നോക്ക്, PSCയിൽ റിക്രൂട്ട്മെൻറ്റ് പോലീസിൻ്റെ ഇല്ല. സ്റ്റുഡൻറ്റ് കേഡ് പോലീസിനെ എടുത്തിട്ട് അവരെ വെച്ച് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് പ്രോപ്പറാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എനിക്ക് ഈ നാട്ടിൽ പൗരബോധം എന്ന് പറഞ്ഞ സാധനം വരും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പുറത്തെ അയൽവാസിയാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എൻ്റെ ഫാദറും ഞാൻ ഇന്ന സ്ഥലത്ത് പോകണം. വിദേശ രാജ്യങ്ങൾ അങ്ങനെയല്ല, നമ്മൾ പോലീസിനെ റിപ്പോർട്ട് ചെയ്തിട്ട് വീട്ടിൽ പോകുന്നു. ഇത് അപ്പുറത്തെ അപ്പച്ചനോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് നോക്കിക്കോണമെന്ന് പറഞ്ഞു. ഇത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ തൊഴിലവസരം. ഇവിടെ 50,000 തൊഴിലവസരം വർദ്ധിപ്പിക്കുമെന്നും 2 ലക്ഷം തൊഴിലവസരം വർദ്ധിപ്പിക്കുന്നതൊക്കെ ഡയലോഗ് അടിക്കും. എന്തിനാ തൊഴിൽ വർദ്ധിപ്പിക്കും? അതൊന്നും ആവശ്യമില്ല. ഞാൻ ചുമ്മാ പറയുകയാണ്, കേരളത്തിൻ്റെ ഒരു അധികാരത്തിലേക്ക് എനിക്ക് ഒരു പാർട്ടിക്ക് എത്താൻ കഴിഞ്ഞാൽ മുമ്പോട്ട് വെക്കുന്ന ആശയം, എല്ലാ സകല തൊഴിലവസരങ്ങളും പ്രോപ്പറായ പ്രോട്ടോക്കോളിലൂടെ ആയിരിക്കും. പിൻവാതിൽ നിയമനങ്ങൾ ഭീകരമല്ലേ? ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, ഞാനത് പറയുമ്പോൾ ഒരു പക്ഷേ അത് എഗനിസ്റ്റായി മാറിയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ പെട്രോൾ പമ്പിലും സകല സ്ഥലത്തും ബംഗാളികളും ആൾക്കാരുമാണ് തൊഴിൽ ചെയ്യുന്നത്. നമ്മൾ അവരെ അതിഥി തൊഴിലാളികളൊക്കെ പേരിട്ട് വിളിക്കുന്നത്. ആയിക്കോട്ടെ, ഒരു കാലത്ത് നമ്മുടെ ചെറുപ്പക്കാർ ഇതിനൊന്നും തയ്യാറായിരുന്നില്ല, ഒരു രാജ്യം വിട്ടു പോയിരുന്നു. അപ്പോൾ നമുക്ക് തൊഴിൽ ചെയ്യാൻ ആളെ കൊണ്ടുപോയി നമ്മൾ ചെയ്യും. ഇന്ന് പെട്രോൾ പമ്പിലും കടയിലൊക്കെ ഇവരാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് വിദേശ തൊഴിൽ ഇപ്പോൾ ഇല്ല, അവർ നാട്ടിലേക്ക് വരികയാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ ഇത്തരം ജോലി ചെയ്യാൻ ഇപ്പോൾ തയ്യാറാണ്. കടയിൽ നിൽക്കാൻ തയ്യാറാണ്, പമ്പിൽ നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ അതിനുള്ള അവസരമില്ല. ഞാൻ പറയുന്നത്, തൊഴിലവസരം ഇവിടെ പ്രാദേശികമായി ചുരുക്കണം. ഇവിടെ ഇപ്പം നമുക്കറിയാം, എൻ്റെ അടുത്ത് പണ്ടൊരു സുഹൃത്ത് പറഞ്ഞാണ്, വലിയ മോളുകളിൽ നമുക്ക് അഡ്വർടൈസ് ചെയ്യണം. ഈ മോളിൽ അതിനൊരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരണം. ഇപ്പോൾ ലുലു മോളിൽ ഒരു ബ്യൂട്ടിഫുള്ളായി ചെയ്യാൻ പറ്റുന്ന സാധനമാണ് വലിയൊരു നോട്ടീസ് ബോർഡ് ഇടുക, ഈ കടയിൽ ഇന്ന തൊഴിലവസരമുണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ചെറുപ്പക്കാർ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. തൊഴിലവസരമില്ല. സർക്കാർ തൊഴിലവസരം. അതുപോലെ തന്നെ മന്ത്രിമാരുടെയും MLA മാരുടെയും അനുമതിയോടുകൂടി പിൻവാതിൽ നിയമനങ്ങൾ.
അതുപോലെ തന്നെ നമുക്കറിയാം കോളേജിൽ പിന്നെ UGC സ്കെയിലിൽ ശമ്പളം കിട്ടണമെങ്കിൽ വലിയ കാശ് കൊടുക്കണം. പിന്നെ അവിടെ നിയമന നിരോധനം. അപ്പം നിങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് തൊഴിൽ പറ്റുന്നതുമായ എല്ലാ തൊഴിലും പ്രോപ്പറാക്കി കഴിഞ്ഞാൽ ഇവിടെ തൊഴിലുണ്ട്. ഇവിടെ തൊഴിലില്ലാത്തതിൻ്റെ കാരണം ഒരു യോഗ്യതയും ഇല്ലാത്ത കുറേ ആൾക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പെൻഷൻ ടീമിൽ കയറിപ്പറ്റി അല്ലെങ്കിൽ മന്ത്രിമാരുടെ ടീമിൽ കയറിപ്പറ്റി 2.5 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ പെൻഷൻ, പിന്നെ അവൻ പുറത്തിറങ്ങുക. പിന്നെ അടുത്ത 2.5 വർഷത്തേക്ക് ഇവൻ്റെ കുറേ ശിങ്കിടികളെ 30 പേരെ കയറ്റി വെക്കുക. അപ്പോൾ ഒരു മന്ത്രിക്ക് എത്ര സ്റ്റാഫ് വേണം? അപ്പോൾ ഓരോ തൊഴിലവസരവും ഈ രാജ്യത്ത് സംസ്ഥാന സർക്കാരിൻ്റെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ ആണെങ്കിൽ അതിനകത്ത് ഒരു രാഷ്ട്രീയ താല്പര്യവുമില്ലാത്ത രീതിയിൽ കൃത്യമായ തൊഴിലവസരം നമുക്കറിയാം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പറഞ്ഞ സംവിധാനമുണ്ട്, എനിക്കറിയാമല്ലോ. അവിടെ എത്ര പേരാണ് രജിസ്റ്റർ ചെയ്യുന്നത്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നത്. അവിടുന്ന് ആരെ എടുക്കുന്നു കേരളത്തിൽ? എത്രയോ നോട്ടിഫിക്കേഷൻ PSC അങ്ങോട്ട് കൊടുക്കുമെന്നറിയോ? അതൊക്കെ ചുമ്മാ ഒരു ചടങ്ങ് മാത്രം. അപ്പം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒരു ജില്ലയുടെ ഒരു സ്റ്റേറ്റിൻ്റെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ ആ വാക്കിന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചാണ്. PSC നോട്ടിഫിക്കേഷൻ അവിടേക്ക് കൊടുക്കും. PSC മെമ്പർമാരുടെ എണ്ണം ചുരുക്കപ്പെടുത്തും. അവരുടെ ശമ്പളം എന്തിനാണ് PSC മെമ്പേഴ്സിന് ഇത്രയും ശമ്പളം കൊടുക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ബോർഡ് മെമ്പേഴ്സ് ഉണ്ട് കേരളത്തിൽ, ഒരുപാട് ബോർഡുകളുണ്ട്. KLDC അത് ബോർഡ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ ശമ്പളമാണ്. എന്തിനതിൻ്റെ ആവശ്യം? കാരണം അവിടെ ജോലി ചെയ്യുന്നത് ഈ ചെയർമാനൊന്നുമല്ല, അവിടെ ഇരിക്കുന്ന സെക്രട്ടറിയാണ്. അപ്പോൾ നിശ്ചിതമായ ശമ്പളം, അനാവശ്യമായ ആനുകൂല്യങ്ങൾ മുഴുവൻ നിർത്തും. ടാക്സ് കൊടുത്ത് ജീവിച്ചാൽ മതി. ഞാൻ ടാക്സ് കൊടുക്കുന്ന പോലെ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ സാധനമാണ് ഈ അധികാരവും മറ്റേ ഇതൊക്കെ വീതിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയുടെ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ ബോർഡും ചെയർമാൻ. പൈനാപ്പിളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബോർഡ്, ഇതൊക്കെ പൈനാപ്പിൾ ബോർഡ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുള്ള എൻ്റെ മുമ്പിൽ എൻ്റെ വിളിച്ച് വിനോദെ നീ ഒരു ജോലി വാങ്ങി. അപ്പം എനിക്ക് ഒരാൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്ന, എനിക്ക് എൻ്റെ ഓഫീസിൽ 3 ജൂനിയേഴ്സ് ഉണ്ട്, എനിക്ക് ജോലി കൊടുക്കാം. പക്ഷേ വേറെ ആൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങളൊന്നും എനിക്ക് എന്തെങ്കിലും സൗഹൃദങ്ങളിൽ പറയാൻ പറ്റും. ഒരുപാട് പേര് തൊഴിൽ കിട്ടാതെ കിട്ടുന്നു. അവർ തൊഴിൽ ചെയ്യാൻ തയ്യാറാണ്. ഒരു കാലത്ത് നമ്മുടെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നല്ലോ, ചെറുപ്പക്കാർക്കൊന്നും നാട്ടിൽ തൊഴിൽ വേണ്ട. ഇന്നും കണ്ടില്ല, അതൊക്കെ മാറിയിട്ടോ. ചെറുപ്പക്കാരൊക്കെ 7,000-8,000 രൂപയ്ക്കൊക്കെ എനിക്കറിയാം. എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സ്റ്റുഡിയോ, അവനൊരു സ്റ്റുഡിയോ, ഒരു ഫ്ലോറാണ്. 18 പേർക്ക് അവൻ തൊഴിൽ കൊടുക്കുന്നുണ്ട്. 7,000-8,000 രൂപയ്ക്കൊക്കെ പിള്ളേർ വന്ന് റെഡിയാണ്. കാരണം ജെൻസി അവരുടെ കൾച്ചർ മാറി. അവർ നാട്ടിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാനും അത് ചെറിയ വരുമാനമാണെങ്കിലും അതിൽ സന്തോഷകരമായി ജീവിക്കാനും അവർ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയും അവരുടെ വിഷനും പിള്ളേർക്കുണ്ട്. നമ്മളത് കാണാത്തതാണ്. പക്ഷെ അവരുടെ പ്രശ്നം അവർക്ക് തൊഴിൽ ഇല്ല, കിട്ടുന്നില്ല. അപ്പോൾ നമ്മളൊരു പഞ്ചായത്തിൽ കൃത്യമായ നടപടി എടുക്കുന്നു. ഈ പഞ്ചായത്തിലെ ഇന്ന കടകൾ, അത് പ്രൈവറ്റ് ഷോപ്സ് ആവട്ടെ എന്തും ആവട്ടെ, നിങ്ങൾക്ക് തൊഴിലവസരം നിങ്ങൾക്കിവിടെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഇന്ന സ്ഥലത്ത് നോട്ടിഫൈ ചെയ്തിരിക്കണം. അവിടേക്ക് ചെറുപ്പക്കാർ അങ്ങനെയൊക്കെ ഇതിനെ കാണുന്നത്. അവിടെ ആ ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തുകൊണ്ട് അവരെ അവിടെ നിന്ന് എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് വരുന്ന, ഇപ്പോൾ ബംഗാളിൽ നിന്ന് വരുന്ന തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കണം. അതിഥി തൊഴിലാളി എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മുടെ നാടിനോട് നിൽക്കണ്ടേ? അത് പ്രാദേശികവാദമായിട്ടാണ് പറയുന്നതെങ്കിൽ അത് അങ്ങനെ അഡ്മിറ്റ് ചെയ്യണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പ്രാദേശികവാദം. പക്ഷേ എൻ്റെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകണമെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞ് ഒരുപാട് പോകാനുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ 2 വിഷയങ്ങൾ കാണും.